ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറത്തിലേക്ക് പോകാം. ബൂളിയൻ ആൾജിബ്രയിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട തിയറമാണ് ഡി മോർഗൻസ് തിയറം. എന്താണ് തിയറം പറയുന്നത്? രണ്ട് തിയറമാണ് ഡി മോർഗൻസിനകത്ത് ഉള്ളത്. ആദ്യത്തെ തിയറം എന്ന് പറയുന്നത് എ ബി ദ ഓൾ ബാർ ദറ്റ് ഈസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ. അവിടെ പ്ലസ് എന്ന് പറയുന്ന ഓർ സിമ്പലാണ്. സോ ആദ്യത്തെ തിയറം പറയുന്നത് എ ആൻഡ് ബി ദ ഓൾ ബാർ ഈസ് ഈക്വൽ ടു എ ബാർ ഓർ ബി ബാർ, അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ എ ബാർ പ്ലസ് ബി ബാർ. രണ്ടാമത്തെ തിയറം പറയുന്നത് എ പ്ലസ് ബി ദ ഓൾ ബാർ ഈസ് ഈക്വൽ ടു എ ബാർ ഡോട്ട് ബി ബാർ. ഓക്കെ, എ ബാർ ആൻഡ് ബി ബാർ, അല്ലെങ്കിൽ സിംപിളി എ ബാർ ബി ബാർ. ഇതാണ് രണ്ട് തിയറംസും പറയുന്നത്. എ ബി ദ ഓൾ ബാർ ഈസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ, എ പ്ലസ് ബി ദ ഓൾ ബാർ ഈസ് ഈക്വൽ ടു എ ബാർ ഡോട്ട് ബി ബാർ. ഓക്കെ, അതിന് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. അതായത് എ പ്ലസ് ബി എക്സ് പ്ലസ് വൈ ദ ഓൾ ബാർ, എക്സ് പ്ലസ് വൈ ദ ഓൾ ബാർ. എക്സ് പ്ലസ് വൈ ദ ഓൾ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാൻഡ് ഗേറ്റ് ആണ്. ഓക്കെ, ഈ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റിൻ്റെ സിമ്പിളാണ്. എന്താണ് നോർ ഗേറ്റിൻ്റെ സിമ്പിളാണ്. എന്താണ് നോർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർ ഗേറ്റ്, ആ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു നോട്ട് ഗേറ്റ്, ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർ ഗേറ്റ് ആയി. ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ് വരിക നോക്കൂ, ഈ പൊസിഷനിൽ എന്താണ് വരിക? ആ പൊസിഷനിൽ എക്സ് പ്ലസ് വൈ, ഇതാണ് നമ്മളെ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്, എക്സ് ഓർ വൈ. അതിൻ്റെ ഔട്ട്പുട്ടിൽ നോർ ഗേറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിനും കൂടെ കോമൺ ആയിട്ട് നമുക്കൊരു ബാർ സിമ്പൽ വരും. ഓക്കെ, ഇതാണ് എക്സ് പ്ലസ് വൈ ആണ് നോട്ടിൻ്റെ ഇൻപുട്ടിൽ വരുന്നത്, അതിൻ്റെ ഔട്ട്പുട്ട് ഒരു ബാർ സിമ്പൽ, എക്സ് പ്ലസ് വൈ ദ ഓൾ ബാർ. ഇതൊരു നോർ ഗേറ്റ് ആണ്, നോർ ഗേറ്റിൻ്റെ എക്സ്പ്രഷനാണ്. ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ പാർട്ട് എന്താണ്? എക്സ് ബാർ. നമുക്ക് എക്സ് ഇൻപുട്ട് ഉണ്ട്, അതിൽ നിന്ന് എക്സ് ബാർ ഉണ്ടാക്കണം. എക്സ് ബാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു നോട്ട് ഗേറ്റ് യൂസ് ചെയ്യാം. അടുത്തത് എന്താണ്? വൈ ബാർ. വൈ ബാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വേറൊരു നോട്ട് ഗേറ്റ് ഉപയോഗിച്ചു, വൈ ബാർ. സോ ഈ എക്സ് ബാറിനെയും വൈ ബാറിനെയും നമുക്ക് ആൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആൻഡ് ഉപയോഗിച്ചു. സോ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സ് ബാർ ഒരു ഇൻപുട്ട്, ആൻഡ് വൈ ബാർ രണ്ടാമത്തെ ഇൻപുട്ട്. ഓക്കെ, ഇതാണ് വരുന്നത്. സോ ഒരു നോർ ഗേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു ആൻഡ് ഗേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു ആൻഡ് ഗേറ്റ്. പക്ഷെ ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്താണ്? ബാർ ചെയ്തിരിക്കുന്നതാണ്. എ ആണ് ഇൻപുട്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ടിൽ വരുന്നത് എ ബാർ ആണ്. അതിന് എ ബാർ വരുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ചെറിയൊരു ബട്ടൺ വെച്ചിട്ടാണ്, എ ബാർ. ഇതിൻ്റെ ഇൻപുട്ടിൽ വരുന്നത് എന്താണ്? ബി ബാർ. ഓക്കെ, സോ ഒരു ബബിള് ഇൻപുട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കേണ്ടത് എ ബാറും ബി ബാറും ആണ്. ഇനി ബബിൾ ഔട്ട്പുട്ടിലാണ് വരുന്നതെങ്കിലോ, ഔട്ട്പുട്ടിൽ വരുന്ന സമയത്ത് ഔട്ട്പുട്ടിലാണ് മുകളിലൊരു ബാർ വരുന്നത്. ഓക്കെ, സോ ഡി മോർഗൻസ് ഫസ്റ്റ് തിയറം, നിങ്ങൾ ഈ തിയറം മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ് തിയറം എന്ന് പറയുന്നത്? തിയറം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ദ ഓൾ ബാർ ഈസ് ഈക്വൽ ടു എക്സ് ബാർ ഡോട്ട് വൈ ബാർ. ഓക്കെ, അതിൻ്റെ ഈ ഒരു ഫിഗറും കൂടെ, ഈ ഫിഗർ നമുക്ക് നേരിട്ട് ഇതിനകത്ത് വരയ്ക്കാൻ പറ്റും. എക്സ് പ്ലസ് വൈ ദ ഓൾ ബാർ നമ്മൾ നേരെ എന്ത് ചെയ്തു? ഇത് വരച്ചു. എക്സ് ബാർ വൈ ബാർ അതിനെ ആൻഡ് ചെയ്തു, അത് ഇത് വരച്ചു. സോ ദിസ് ഈസ് ഈക്വൽ ടു ഈ ഒരു ഫിഗർ, ദിസ് ഈസ് ഈക്വൽ ടു നോർ ഗേറ്റ് ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ദിസ് തിങ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു ഇക്വേഷനെ ഫസ്റ്റ് ലോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദ കോംപ്ലിമെന്റ് ഓഫ് ദ സം. കോംപ്ലിമെന്റ് ഓഫ് ദ സം, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. കോംപ്ലിമെന്റ് ഓഫ് ദ സം, ഇതാണ് നമ്മുടെ കോംപ്ലിമെന്റ് ഓഫ് ദ സം. സമ്മിന്റെ കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് കോംപ്ലിമെന്റ്സ്. കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് എന്തെന്ന്? കോംപ്ലിമെന്റ്സ്. അതാണ് അതിൻ്റെ ഒരു വേർഡ്സിൽ എഴുതി കഴിഞ്ഞാൽ, ഡി മോർഗൻസിൻ്റെ ഫസ്റ്റ് ലോ വേർഡ്സിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇതാണ്. ദ കോംപ്ലിമെന്റ് ഓഫ് സം, എക്സും വൈയും അതിൻ്റെ സമ്മ്, എക്സ് പ്ലസ് വൈ അതിൻ്റെ കോംപ്ലിമെന്റ് എക്സ് പ്ലസ് വൈ ദ ഓൾ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ കോംപ്ലിമെന്റ്സ്. കോംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബാറും വൈ ബാറും, അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബാർ ഡോട്ട് വൈ ബാർ. ഓക്കെ, ഇതാണ് ഡി മോർഗൻസ് ഫസ്റ്റ് ലോ.
ഡിമോർഗൻ സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്? എക്സ് വൈ ദ ഓൾ ബാർ, എക്സ് വൈ ദ ഓൾ ബാർ ഈസ് ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് വൈ ബാർ, എക്സ് ബാർ പ്ലസ് വൈ ബാർ. ഓക്കെ, എക്സ് വൈ ദ ഓൾ ബാർ, എക്സ് വൈ ദ ഓൾ ബാർ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ചെയ്യുക? ഇതൊക്കെ നമ്മൾ ചെയ്യുക. എക്സ് വൈ ദ ഓൾ ബാർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എക്സ് വൈ കിട്ടണം. എക്സ് വൈ എങ്ങനെ കിട്ടും? നമുക്ക് എക്സ് വൈ നമുക്ക് ഇവിടെ കിട്ടും, ഒരു ആൻഡ് ഗേറ്റ് ഉപയോഗിച്ചാൽ നമുക്ക് എക്സും വൈയും കിട്ടും. ആ എക്സും വൈ ഇൻപുട്ടിനെ നമ്മൾ ഒരു നോട്ട് ഗേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? എക്സ് വൈ ദ ഓൾ ബാർ. ആ എക്സ് വൈ ദ ഓൾ ബാർ ഈസ് ഈക്വൽ ടു എ നാൻ ഗേറ്റ്. ഓക്കെ, അതെന്തിന് തുല്യമാണെന്നാണ് പറയുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് വൈ ബാർ. ഓക്കെ, എക്സ് ബാർ നമുക്ക് ഒരു നാൻഡ് ഗേറ്റ്, ഒരു നോട്ട് ഗേറ്റ് ഉപയോഗിച്ച് എക്സ് ബാർ ഉണ്ടാക്കി. വൈ ബാർ നമുക്കൊരു നോട്ട് ഗേറ്റ് ഉപയോഗിച്ചുണ്ടാക്കി. അപ്പോൾ ഇവിടെ എക്സ് ബാറും വൈ ബാറും കിട്ടി. അതിനെ പ്ലസ് അല്ലെങ്കിൽ ഓർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓർ ഗേറ്റ് ഉപയോഗിച്ചു. ഓക്കെ, സോ അതാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ അതിനെ നമ്മൾ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിന് ഈ ഒരു ഓർ ഗേറ്റ് അതിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്നത് ഏതാണ്? എക്സ് ബാർ. ഇവിടെ ഇൻപുട്ട് എ ആണെങ്കിൽ എ ബാർ. അപ്പോൾ എന്ത് വരുന്നു? ഒരു ബബിൾ ഇൻപുട്ടിൽ കൊടുത്തു, ബാറാണ് വരുന്നത്. രണ്ടാമത്തെ ഇൻപുട്ടിനെ ഒരു ബാറാണ് വരുന്നത്. സോ ഔട്ട്പുട്ട് ഇവിടെ എ ബാർ പ്ലസ് ബി ബാർ അല്ലെങ്കിൽ എക്സ് ബാർ പ്ലസ് വൈ ബാർ. ഓക്കെ, യെസ്. ഇത് എക്സ്പ്ലനേഷൻ കേട്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഇത് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ് ഓർത്ത് വെക്കേണ്ടത്? എക്സ് വൈ ദ ഓൾ ബാർ, അതാണ് രണ്ടാമത്തെ ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് വൈ ബാർ. ഓക്കെ, എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാൻ പറ്റും. എന്താണ് ഇതിനെ വേർഡ്സിൽ എഴുതുന്ന സമയത്ത്? വേർഡ്സിൽ എഴുതുന്ന സമയത്ത് നമുക്ക് പറയാം ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം? പ്രോഡക്റ്റ് വേണം. പ്രോഡക്റ്റ് ഏതാണ്? എക്സ് വൈ. ഇതാണ് പ്രോഡക്റ്റ്. ഇത് നമുക്ക് പ്രോഡക്റ്റ് എഴുതി. ആ പ്രോഡക്റ്റിൻ്റെ എന്തെന്ന്? കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻറ്റ് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? സം ഓഫ് കോംപ്ലിമെൻറ്റ്സ്. ആദ്യം നമുക്ക് സമ്മ് വേണം, അല്ല കോംപ്ലിമെൻറ്റ് വേണം. കോംപ്ലിമെൻറ്റ് നമുക്ക് കിട്ടി, എക്സ് ബാറും വൈ ബാറും കിട്ടി. ഈ എക്സ് ബാറിൻ്റെയും വൈ ബാറിൻ്റെയും എന്താണ്? സമ്മ്. ഓക്കെ, സോ ഇക്വേഷൻ ഈ ഒരു ഡിമോർഗൻ സെക്കൻഡ് ലോ നമുക്ക് വേർഡ്സിൽ ഒരൊറ്റ ലൈനിൽ എഴുതാൻ പറ്റും. ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് കോംപ്ലിമെൻറ്റ്സ്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് ഡിമോർഗൻസ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആകെ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് എഴുതി വെക്കുക. ദർ ആർ 2 ഡിമോർഗൻസ് ലോ. ഏതൊക്കെയാണ് ഡിമോർഗൻസ് എന്ന് പറയുന്നത്? എ ബി ദ ഓൾ ബാർ ഈസിക്കൽ ടു എ ബാർ പ്ലസ് ബി ബാർ, എ പ്ലസ് ബി ദ ഓൾ ബാർ ഈസിക്കൽ ടു എ ബാർ ബി ബാർ. എന്നിട്ട് ഓരോന്നിനെ എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് എഴുതുക. ഈ ഫിഗറും വരച്ച് വെച്ചിട്ട് എങ്ങനെ എഴുതുക? ഈ ഒരൊറ്റ വേർഡും എഴുതി വെക്കുക. എന്താണ് ഫസ്റ്റ് ലോ? ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദ സം ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് കോംപ്ലിമെൻറ്റ്സ്. അതങ്ങ് എഴുതി വയ്ക്കുക. ഓക്കെ, രണ്ടാമത്തെ ലോ ഇതേപോലെ തന്നെ എക്സ് വൈ ദ ഓൾ ബാർ. എക്സ് വൈ ദ ഓൾ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? പ്രോഡക്റ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. ദ കോംപ്ലിമെൻ്റ് ഓഫ് പ്രോഡക്റ്റ് ആണത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? കോംപ്ലിമെൻറ്റ്സിൻ്റെ സം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് കോംപ്ലിമെൻറ്റ്സ്. ഇത് രണ്ടും നിങ്ങളൊന്ന് ബൈ ഹാർട്ട് പഠിക്കുക, ഫസ്റ്റ് ലോവും സെക്കൻഡ് ലോവും. ഇനി എങ്ങനെയാണ് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? നിങ്ങൾ നോക്കിയേ, നമ്മൾ ഫസ്റ്റ് ലോ ഒന്ന് നോക്കൂ. നിങ്ങൾ ഫസ്റ്റ് ലോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ലോ പറഞ്ഞിരിക്കുന്നത് എ ബി ദ ഓൾ ബാർ. എ ബി ദ ഓൾ ബാർ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എ ബി ദ ഓൾ ബാർ. എ ബി ദ ഓൾ ബാർ എന്താ ചെയ്തിരിക്കുന്നത് നോക്കിയേ. എ ബി ദ ഓൾ ബാറിനകത്ത് ഒരു ബാർ ഉണ്ട്. ആ ബാറിനെ അങ്ങ് ബ്രേക്ക് ചെയ്യുക, വേറെ ഒരു പണിയില്ല. ആ വലിയ ബാറിനെ ഒന്ന് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? എ ബാറും ബി ബാറും കിട്ടി. എന്നിട്ട് ഇവിടെ ഇപ്പം എ ഡോട്ട് ബി ബാർ ആണ് അല്ലേ? എ ഡോട്ട് ബി ബാർ ആണ്, ആൻഡ് സിമ്പലാണ്. ആ ആൻഡ് സിമ്പലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സിമ്പലിലേക്ക് മാറ്റുക. ആൻഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓർ. സോ എ ബാർ ആദ്യം നിങ്ങൾ ബാറിനെ ബ്രേക്ക് ചെയ്യുക. ഏറ്റവും വലിയ ബാർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലിയ ബാറിനെ ബ്രേക്ക് ചെയ്യുക, രണ്ടായി മുറിക്കുക. അപ്പോൾ രണ്ട് ചെറിയ കഷ്ണം ബാർ കിട്ടി. എ ബാറും ബി ബാറും കിട്ടി. നേരത്തെ ഉണ്ടായിരുന്ന സിമ്പിൾ ആൻഡ് ആയിരുന്നു, ആൻഡിനെ മാറ്റിയിട്ട് ഓറാക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം അല്ലേ? ഒന്നും കൂടി നോക്ക് നിങ്ങൾ. എക്സ് വൈ ദ ഓൾ ബാർ, ഇതാണ് നമ്മുടെ ഇത്. എക്സ് വൈ ദ ഓൾ ബാർ ആകുമ്പോൾ ഈ ബാറിനെ മുറിക്കുക, ഇവിടെ വെച്ച് മുറിക്കുക. അപ്പോൾ എന്ത് നമുക്ക് കിട്ടി? എക്സ് ബാറും കിട്ടി, വൈ ബാറും കിട്ടി. ഇവിടെ ഡോട്ടാണ്, ഡോട്ട് ഇടാതിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആൻഡ് ആണിത്, ആൻഡ് സിമ്പിളാണിത് അല്ലേ? അപ്പോൾ ആൻഡ് സിമ്പിളിനെ മാറ്റിയിട്ട് എന്താക്കി മാറ്റുക? ഓറാക്കി മാറ്റുക. അല്ലെ മൾട്ടിപ്ലിക്കേഷനെ മാറ്റിയിട്ട് സം ആക്കി മാറ്റുക. അത്രയേ ഉള്ളൂ നമുക്ക്. എക്സ് വൈ എന്ന് പറഞ്ഞാൽ ആൻഡ് ആണ്,
അതിനെ നമ്മൾ മാറ്റിയിട്ട് ഓറാക്കി മാറ്റി. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഡിമോർഗൻസ് ലോ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കൂ, എക്സ് പ്ലസ് വൈ ദ ഓൾ ബാർ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സിമ്പൽ. എ പ്ലസ് ബി ദ ഓൾ ബാർ. സെയിം പ്രൊസീജിയർ, ബാർ മുറിക്കുക. ബാർ മുറിക്കുന്ന സമയത്ത് എ ബാറും കിട്ടും, ബി ബാറും കിട്ടും. ഇവിടെ എന്ത് സിമ്പിൾ ഉണ്ടായിരുന്നു? പ്ലസ്. പ്ലസിൻ്റെ ഓപ്പോസിറ്റ് ഡോട്ട് വരച്ചിട്ടാന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത്, പക്ഷേ ഡോട്ട് അവിടെ ഉണ്ട്. സോ എ ബാർ ഡോട്ട് ബി ബാർ. ഓക്കെ, സോ നമ്മുടെ ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ബാർ ഉണ്ടാവും, ഏറ്റവും വലിയ, ചിലപ്പോൾ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ ബാറുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബാറിനെ എന്താക്കി മാറ്റുക? രണ്ടാക്കി മാറ്റുക. ഏറ്റവും വലിയ ബാർ എടുക്കുക, ഏറ്റവും വലിയ ബാറിനെ രണ്ടാക്കി മാറ്റുക. ഓക്കെ, എന്നിട്ട് എന്താണോ ബാറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സിമ്പിൾ അതിനെ നേരെ ഓപ്പോസിറ്റ് സിമ്പിൾ വെക്കുക. പ്ലസ് ആണെങ്കിൽ പ്ലസ് ആണെങ്കിൽ ഡോട്ട് ഉപയോഗിക്കുക, ഡോട്ട് ആണെങ്കിൽ പ്ലസ് ഉപയോഗിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? അത് ഒന്നും കൂടി നോക്കണം. നമുക്ക് ഈ തിയറം വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി നോക്കാം. എ ബി ദ ഓൾ ബാർ, ഇതാണ് നമ്മളെ ഇക്വേഷൻ. എ ബി ദ ഓൾ ബാർ ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ ബാറിനെ എന്ത് ചെയ്യുക? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. സോ എ ബാറും കിട്ടി, ബി ബാറും കിട്ടി. ഇനി ഇവിടെ ഡോട്ട് സിമ്പിളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് അവിടെ ഡോട്ട് സിമ്പിളാണ്, ആൻഡ് സിമ്പിളാണ്. ആൻഡിനെ മാറ്റിയിട്ട് എന്താക്കുക? ഓറാക്കുക. നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത് നമുക്ക് നോക്കാം. എ പ്ലസ് ബി ദ ഓൾ ബാർ. ഇവിടെയും നമ്മൾ ബാറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അവിടെ എന്താ വരിക? എ ബാർ വരും, ബി ബാർ വരും. ഇവിടെ പ്ലസ് സിമ്പിളാണ് ഉള്ളത് അല്ലേ? പ്ലസ് സിമ്പിളിന് പകരം എന്താക്കി മാറ്റിയത്? ആൻഡ് സിമ്പിളാക്കി മാറ്റുക. എ പ്ലസ് ബി ദ ഓൾ ബാർ ഈസിക്കൽ ടു എ ബാർ ബി ബാർ. ആൻഡ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒരേപോലെ തന്നെ. ഓക്കെ, സോ ഡിമോർഗൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇക്വേഷന് നമ്മൾ ചെറുതാക്കി കൊണ്ടുവരാൻ പറ്റും. ഇവിടെ നിങ്ങളൊരു ഇക്വേഷൻ എ പ്ലസ് ബി സി ദ ഓൾ ബാർ, ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കിയാൽ നിങ്ങൾ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് ഇവിടെ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. അതിന് ആദ്യം തന്നെ എന്ത് ചെയ്തു? വലിയ ബാറുണ്ട്, ഉള്ളിൽ ചെറിയൊരു ബാറുണ്ട്. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും വലിയ ബാർ എടുക്കുക, അതിനെ നമ്മൾ രണ്ടായിട്ട് എഴുതുക, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. എ പ്ലസ് ബി സി ദ ബാർ. ഇനി അതിൻ്റെ മുകളിൽ വേറൊരു ബാറും കൂടി. ഇതിനെ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വെച്ചാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, പ്ലസ് സിമ്പിളാണ് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട്. അപ്പോൾ എന്ത് വന്നു? എ ബാർ. ഇവിടെ എന്താ വരിക? ബിക്ക് പകരം ബി സി ബാറാണുള്ളത്. അപ്പോൾ അതിന് മുകളിൽ ഒരു ബാറും കൂടെ എക്സ്ട്രാ വരും. എന്നിട്ട് പ്ലസ് സിമ്പിൾ എന്താക്കി മാറ്റുക? ഡോട്ട് സിമ്പിളാക്കി മാറ്റുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണിത്. എ പ്ലസ് ബി സി ബാർ ദ ഓൾ ബാർ, അതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എ ആണുള്ളത്, വൈയുടെ സ്ഥാനത്ത് ബി സി ബാർ ആണുള്ളത്. അപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നടുക്ക് വെച്ച് വലിയ ബാറിനെ റെഡ്യൂസ് ചെയ്തു. സോ ഈ ബാർ എ ബാർ ഇവിടെ വന്നു, ഇവിടെ ബി സി ബാർ ദ ഓൾ ബാർ. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, എ ബാർ ബി സി ഡബിൾ ബാർ. ഇനി നമുക്ക് ഒരു ഇതും കൂടെ നമുക്ക് ചെയ്യാം. നമ്മളൊരു മുമ്പ് ഒരു പ്രോബ്ലം പഠിച്ചിട്ടുണ്ട്. ഒന്നിൻ്റെ മുകളിൽ രണ്ട് വര വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് വരയും ഒഴിവാക്കാം. എ ഡബിൾ ബാർ ഈസിക്കൽ ടു എ. അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങൾ ബി സിയുടെ മുകളിൽ രണ്ട് വര വന്നിട്ടുണ്ട്. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് റെഡ്യൂസ് ചെയ്യാം. സോ ഇവിടെ വരുന്ന സമയത്ത് എ ബാർ ബി സി. ഓക്കെ, കാരണം നമ്മൾ ബി സിയുടെ മുകളിൽ രണ്ട് വര വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഇക്വേഷനെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവന്നു, എ ബാർ ബി സി എന്നാക്കി മാറ്റി. ദിസ് ഈസ് ഈക്വൽ ടു, ഔട്ട്പുട്ടിൽ ഒരു വ്യത്യാസം വരില്ല, റിസൾട്ടിലൊന്നും ഒരു വ്യത്യാസം വരില്ല, പക്ഷെ നമുക്ക് സർക്യൂട്ടിന് എന്ത് ചെയ്യാൻ പറ്റും? ചെറുതാക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായിനോ ഇത് റെഡ്യൂസ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത്? ഇതാണ് നമ്മൾ ഒറ്റ തവണ കൂടെ നോക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷന് വലിയൊരു ബാറുണ്ട്. ആ ബാറിനെ ഞാൻ എന്ത് ചെയ്യുന്നു? നടുക്ക് വെച്ച് രണ്ടായി മുറിക്കുന്ന സമയത്ത് എനിക്ക് എന്താ വരിക? ഇത് നേരെ ഇങ്ങോട്ടേക്ക് നമുക്ക് എടുത്തെഴുതാം. എ ബാർ, ആദ്യത്തെ കഷ്ണം മുറിച്ചപ്പോഴത്തെ എ ബാർ, രണ്ടാമത്തെ കഷ്ണം എന്ന് പറയുന്നത് ബി സി ബാറാണ്. അതിൻ്റെ മുകളിലും കൂടി ഒരു കഷ്ണം ഉണ്ടാവും, ബി സി ബാർ. എന്നിട്ട് ഈ പ്ലസിന് എന്താക്കി മാറ്റി? ഡോട്ടാക്കി മാറ്റി. സംഭവം കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നു?
എ ബാർ. ഇവിടെ ഇനി അടുത്ത് ഇത് ഒന്നും കൂടി നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ബി സി ഡബിൾ ബാർ. ബി സി ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണത്? ബി സി തന്നെയാണ്. കാരണം ഒന്നിൻ്റെ മുകളിൽ 2 വര വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ. എ ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ എ ആണ്. ഇനി എ ബാർ എ ബി ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ ബി എ ബി ആണ്. സോ നമ്മളെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബാർ ബി സി. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്തുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് 2 ബാറുകൾ ഒരുമിച്ച് മുറിക്കരുത്. ഓക്കെ, ഇപ്പം നമുക്കൊരു നമ്മളെല്ലാം എളുപ്പ വഴിക്കാറാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരൊറ്റ സ്റ്റെപ്പിലെങ്കിലും ചെയ്യും. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബാറ് മുറിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? ഇത് എ ബാർ വലിയ ബാർ അവിടെ മുറിച്ചു. എന്നിട്ട് അതിൻ്റെ കൂടെ ആ ഒറ്റ സ്റ്റെപ്പ് തന്നെ ഈ ചെറിയ ബാറും മുറിച്ചു. ബി സി ബാർ എന്ന് പറഞ്ഞതും മുറിച്ചു. ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ തെറ്റാണ്. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു ബാർ അറ്റ് എ ടൈം ഒരു ബാർ മാത്രം മുറിക്കുക. അതിനകത്ത് തന്നെ ഏറ്റവും വലുത് ആദ്യം കട്ട് ചെയ്യുക. ഏറ്റവും വലുത് ആദ്യം മുറിച്ചതിന് ശേഷം മാത്രമേ താഴോട്ട് വരാവുള്ളൂ. ഓക്കെ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തെറ്റാണ്. രണ്ടാമത്തെ ഒരു ഇക്വേഷൻ നോക്കൂ നിങ്ങൾ. റെഡ്യൂസ് ദ ഫംഗ്ഷൻ. എന്താണ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? എ ബി പ്ലസ് സി ഡി ദ ഓൾ ബാർ. ഇതെന്ത് ചെയ്തു? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിന് ആദ്യം തന്നെ ഈ വരയെ ഇവിടെ വെച്ച് മുറിച്ചു. അവിടെ മുറിക്കുന്ന സമയത്ത് എന്താ വരിക? എ ബി ബാർ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം, എളുപ്പമാണിത്. എ ബി പ്ലസ് സി ഡി ദ ഓൾ ബാർ. ഞാൻ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിക്കുന്നത് ഇവിടെ വെച്ചാണ് മുറിക്കുന്നത്. ഇവിടെ വെച്ച് കട്ട് ചെയ്തു. ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് എന്താ വരുന്നത്? എ ബി ബാർ സി ഡി ബാർ. വലിയ വരയെ 2ആയി മുറിച്ചു. ഇനി ഈ പ്ലസ്സിന് എന്തായി മാറും? പ്ലസ്സിന് നമ്മൾ ഡോട്ട് സിമ്പിളായി മാറും. ഇനി എന്താ നോക്കുക? ഇനി നമുക്ക് വീണ്ടും റെഡ്യൂസ് ചെയ്യാം. ഇവിടെ ഒരു ബാർ ഉണ്ട് അല്ലേ? അതേപോലെ തന്നെ ഇവിടെ ഒരു ബാർ ഉണ്ട്. സോ ഈ ബാറിനെ നമുക്ക് മുറിക്കാൻ പറ്റും. സോ എ ബി ബാർ. ഇതിനെ നമ്മൾ വീണ്ടും മുറിക്കുന്ന സമയത്ത് എന്തായിരിക്കും വരിക? ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എ ബാർ ബി ബാർ. ഇതിനെ നമ്മൾ വീണ്ടും ഒന്ന് കട്ട് ചെയ്തു. ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു. എ ബാർ ബി ബാർ. ഇവിടെ ഡോട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് എഴുതണം? പ്ലസ് എഴുതണം. നേരെ ഓപ്പോസിറ്റ്. എന്താണ് അവിടെ ഉണ്ടായിരുന്നത്? ബാറിൽ എന്താണ് ഉണ്ടായത്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ ഡോട്ടായതുകൊണ്ട് ഇവിടെ പ്ലസ് എഴുതി. എ ബാർ പ്ലസ് ബി ബാർ. പിന്നെ എന്താണ് വരുന്നത്? പിന്നെ ഒരു ഡോട്ട് കഴിഞ്ഞിട്ട് വരുന്നത് ഡോട്ട് സി ഡി ബാറാണ് വരുന്നത്. സി ഡി ബാർ. സി ഡി ബാറിനെ നമുക്ക് മുറിക്കാം. സി ഡി ബാറിന് എന്താ മുറിക്കുന്നത്? സി ബാർ പ്ലസ് ഡി ബാർ. ഇങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം ഇക്വേഷൻ ഇങ്ങനെ എഴുതി. എന്നിട്ട് ഈ വരയെ മുറിച്ചു. ഇങ്ങനെ കിട്ടി. എന്നിട്ട് എ ബി ബാറിനെ വീണ്ടും മുറിച്ചു. ഇവിടെ വെച്ചിട്ട് എ ബി ബാറിനെ വീണ്ടും മുറിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്? എ ബാർ ബി ബാർ. എന്നിട്ട് ആൻഡിനെ പ്ലസ് ആക്കി മാറ്റി. സോ എ ബാർ പ്ലസ് ബി ബാർ. സി ഡി ബാർ എന്നുള്ളതിന് പ്രത്യേകം ഇവിടെ മുറിച്ചു. സി ഡി ബാർ ദിസ് ഈസ് ഈക്വൽ ടു സി ബാർ ഡി ബാർ. ഇവിടെ ഡോട്ട് ആയതുകൊണ്ട് ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ അതിനെ പ്ലസ്സിലേക്ക് മാറ്റി. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഡി മോർഗൻസ് തിയറം ഉപയോഗിച്ചിട്ട്. വേറൊരു ഇക്വേഷൻ ഇതും കൂടെ നമുക്ക് നോക്കാം. എന്താണ് ഈ ഇക്വേഷൻ പറയുന്നത്? നോക്കൂ നിങ്ങൾ, എത്ര വരകളുണ്ട്? ഒരുപാട് വരകളുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എന്താ ചെയ്യുക? ഏറ്റവും ആദ്യം മുകളിലത്തെ വര റെഡ്യൂസ് ചെയ്യും. ഏറ്റവും മുകളിലുള്ള വര, ഈ വരയെ റെഡ്യൂസ് ചെയ്യും. ഈ വരയെ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റി? എ പ്ലസ് ബി സി ദ ഓൾ ബാർ. അതേപോലെ തന്നെ ഇപ്പുറത്ത് 3 വരകൾ വന്നു. ഓക്കെ, അപ്പോൾ ആ വരയെ റെഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ ഒന്ന് നമുക്ക് എഴുതി നോക്കാം ഓരോ സ്റ്റെപ്പായിട്ട്. എ പ്ലസ് ബി സി ബാർ പ്ലസ് എ ബി ബാർ ബാർ ദ ഓൾ ബാർ. ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? ഏറ്റവും മുകളിലുള്ള ലൈനിനെ കട്ട് ചെയ്യുന്നു. ഇതിന് മാത്രം കട്ട് ചെയ്യുന്നു. അതിനെ മാത്രം കട്ട് ചെയ്യുന്ന സമയത്ത് എ പ്ലസ് ബി സി ബാർ. ഇത് ഓൾറെഡി ഉള്ളതാണ്. ഇനി കട്ട് ചെയ്ത ബാറും കൂടെ വരും. ആ കട്ട് ചെയ്ത ബാറും കൂടെ ഇവിടെ വന്നു. പ്ലസ് എ ബി ബാർ. ഒരു ബാറും ഇത്രയും വരെ ഓൾറെഡി നേരത്തെ ഉള്ളതാണ്. ഇനി കട്ട് ചെയ്തതിൻ്റെ ബാറും കൂടെ വന്നു. ഓക്കെ, ഇവിടെ പ്ലസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ക്വസ്റ്റിൽ പ്ലസ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്ലസ് അല്ല വരിക, ഇവിടെ എന്താ വരിക?
ഡോട്ടാണ് വരിക. ഇവിടെ ഡോട്ടല്ല വന്നിരിക്കുന്നത്, ഡോട്ട് വന്നു, പ്ലസിനെ മാറ്റി ഡോട്ടാക്കി. ഇനി നമ്മൾ നോക്ക്, നിങ്ങൾ ഇവിടെ നമുക്ക് എന്താണ് ഡബിൾ ബാർ വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് ഒഴിവാക്കാം. എ പ്ലസ് ബി സി ആക്കാൻ പറ്റും, എ പ്ലസ് ബി സി. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, എ പ്ലസ് ബി സി. ഇനി ഇതിൻ്റെ മുകളിൽ എന്ത് വന്നു, അതിൻ്റെ മുകളിലും 2 ഡബിൾ ബാർ വന്നിട്ടുണ്ട്. 2 ഡബിൾ ബാർ വന്നാൽ ആ 2 ഡബിൾ ബാറിനെ ഒഴിവാക്കാൻ പറ്റും. സോ ഇതിനെയും ഒഴിവാക്കാം, ഇതിനെയും ഒഴിവാക്കാം. എ ബി ദ ബാർ, ഇതാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്, എ ബി ദ ബാർ. ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്തു, എ ബി ബാർ കൊണ്ട് എയും മൾട്ടിപ്ലൈ ചെയ്തു, ബി സി ബാറിനെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ വന്നിരിക്കുന്നത്, ഇതൊന്ന് ഇപ്പുറത്ത് ഞാൻ എടുത്ത് എഴുതുകയാണ്. എ പ്ലസ് ബി സി ഇൻറ്റു എ ബി ബാർ, എ പ്ലസ് ബി ഇൻറ്റു എ ബി ബാർ, ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇതിനെ കൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ഇതിനെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ വരിക എന്നുള്ളത് നോക്കൂ നിങ്ങൾ. എ ബി ബാർ പ്ലസ് ഇവിടെ 4 വരും, എ ബി ബാർ ബി സി, ഇതാണിപ്പോൾ വന്നിരിക്കുന്നത്, എ ബി ബാർ ബി സി. ഇത് തിരിച്ചെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ വീണ്ടും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എ 2 പ്രാവശ്യം എ വന്നു, എ ഡോട്ട് എ ദാറ്റ് ഈസ് ഈക്വൽ ടു എ, ഒറ്റൊരു എ ആണ് അവിടെ വരുള്ളൂ. ഓക്കെ, ഇത് നമ്മുടെ റൂളിലുള്ളതാണ്. എ ഡോട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആയിരിക്കും. അതുകൊണ്ട് 2 പ്രാവശ്യം അവിടെ എഴുതേണ്ട ആവശ്യമില്ല, എ ബി ബാർ പ്ലസ്. ഇനി ഇവിടെ നോക്കൂ നിങ്ങൾ, ബി ബാർ ബി എ ഡോട്ട് എ ബാർ, അല്ലെങ്കിൽ ഒരു വേരിയബിൾ അതിനെ കോംപ്ലിമെൻ്റ് കൊണ്ട് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 0 ആയിരിക്കും. ബി ഡോട്ട് ബി ബാർ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതിവിടെ ഞാനിവിടെ ഓക്കെ എ ഡോട്ട് എ ബാർ 0 ആണ്, അല്ലെങ്കിൽ ബി ഡോട്ട് ബി ബാർ 0 ആണ്. സോ നമുക്ക് ഈ പാർട്ട് 0 ആയി. നമുക്ക് ആകെ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നത് എന്താണ്, എ ബി ബാർ. സോ ഇത്രയും വലിയ സർക്യൂട്ട്, ദിസ് ഈസ് ഈക്വൽ ടു എ ബി ബാർ. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവും, കാരണം ഇത് നമുക്കൊരു ലൈവ് ക്ലാസ് ആയിട്ട് ഞാൻ എന്തായാലും തരുന്നുണ്ട്. ഇതിൻ്റെ സംശയങ്ങൾ നമുക്കൊരു ലൈവ് ക്ലാസ്സിൽ തീർക്കാം. അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഇതൊന്ന് നോക്കുക. ഇത്രയാണ് വേണ്ടത്. ആകെ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു വലിയൊരു ഇക്വേഷൻ, എത്ര വലിയ ഇക്വേഷൻ ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുക, മുകളിലൊരു ബാർ ഉണ്ടെങ്കിൽ അതിന് 2ആയിട്ട് ആ ബാറിനെ നമുക്ക് മുറിക്കാം. മുറിക്കുമ്പോൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഏറ്റവും മുകളിലുള്ള ബാറിനെ, ഏറ്റവും വലിയ ബാറിനെയാണ് നമ്മൾ മുറിക്കേണ്ടത്. അങ്ങനെ മുറിക്കുന്ന സമയത്ത് മുറിക്കുകയും ചെയ്യണം, എന്നിട്ട് അതിൻ്റെ സിമ്പിൾ നേരെ ഓപ്പോസിറ്റ് ആക്കി മാറ്റുകയും ചെയ്യണം. ആൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് പ്ലസ്സിലേക്ക് മാറ്റുക, ഓറിലേക്ക് മാറ്റുക. ഇനി പ്ലസ്സിനെയാണ് നമ്മൾ മുറിക്കുന്നതെങ്കിൽ ആ മുറിച്ചതിന് ശേഷം അത് ഡോട്ടാക്കി മാറ്റുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഇത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഈ 4 ഫങ്ഷൻസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള 4 ഫങ്ഷൻസ് ആണ്. ഇതിന് നിങ്ങൾ ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, റെഡ്യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ലൈവ് ക്ലാസ് വരുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് വെക്കുക. സോ ഇതിൻ്റെ കമൻ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 4ൻ്റെയും ഫോട്ടോ അറ്റാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻ്റായിട്ട് ഇത് ക്ലാസ് റൂമിൽ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ലൈവ് ക്ലാസ് വരുന്ന സമയത്ത് ഇത് 4 കൂടെ നിങ്ങൾ ചെയ്തുകൊണ്ട് വരിക, എന്നിട്ട് നിങ്ങളൊന്ന് ലൈവ് ക്ലാസ്സിൽ എനിക്ക് കാണിച്ചു തരണം. ഓക്കെ, ഇനി എന്തെങ്കിലും കാരണവശാൽ ചെയ്യാൻ ഏതെങ്കിലും സ്റ്റക്കായി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് എനിക്കൊന്ന് മെസ്സേജ് ചെയ്ത് തരിക, ശരിയാണെന്നുള്ളത്. എനിക്ക് സമയം ഞാനിപ്പോൾ ഏകദേശം ഒരു 4-5 ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ചിലപ്പോൾ നോക്കാൻ പറ്റിയില്ല എന്ന് വരും. എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, പേഴ്സണലായിട്ട് ഒന്ന് മെസ്സേജ് ചെയ്ത് തരിക നിങ്ങളുടെ റിസൾട്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് ഞാനത് ക്ലിയർ ചെയ്തിരുന്നതായിരിക്കും. ഓക്കെ.